മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഈ ആഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഇന്നത്തെ അതിലെ പ്രധാന ഒരു ആരോപണവും അതിനുള്ള മറുപടിയുമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണം എന്നൊന്നും പറയാനില്ല. പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ സതീശൻ മുള്ളാൻ പോകുന്നതും ബാത്റൂമിൽ പോകുന്നതും ഒക്കെ ചകഞ്ഞു പിടിച്ച് അതിൽ നിന്നൊക്കെ ഓരോ കാരണം ഉണ്ടാക്കി അതിനെതിരെ ഓരോ നാടകങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് അറിയത്തുപോലുമില്ല. ഇത് ഇവരുടെ ഒരു കോമഡി ഷോയായി മാത്രം മാറിയിരിക്കുന്നു. വ്യാഴാഴ്ച തൊട്ട് അടുത്ത ബുധനാഴ്ച വരെ നെയ്തു കൂട്ടുന്ന ആരോപണങ്ങളെല്ലാം ബുധനാഴ്ച രാവിലത്തെ പത്രസമ്മേളനത്തോടുകൂടി പൊട്ടിപ്പോകുന്ന ആ നിസാര കാഴ്ചയാണ് നമ്മളിപ്പോൾ 2 മാസമായി എല്ലാ ആഴ്ചയിലും കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ ആഴ്ചത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ മെറ്റായിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന ഒരു വലിയ സംഭവമാണ് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതായത് മെറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ നടത്തിപ്പുകാർ. അതായത് വി ഡി സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മാമൻ്റെ മോനാണ് എന്ന രീതിയിലാണ് ഇവരുടെ സംസാരം. പറഞ്ഞാൽ ഉടനെ മെറ്റായിൽ നിന്ന് നീക്കം ചെയ്യുവാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് മെറ്റ ഇരിക്കുന്നത് എന്ന രീതിയിലുമാണ് ഇവർ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വലിയ വശമൊന്നുമില്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ ഇത്രയും വിവരവും ഇത്രയും കഴിവുമുള്ള ഒരു മുഖ്യമന്ത്രി ഈ പണി കാണിച്ചിട്ട് ഇവരുടെ വണ്ടിയുടെ വീലിനിടയിലേക്ക് തല വെച്ച് കൊടുക്കുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നെ ഇതിനകത്തെ കോമഡി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് കേട്ടു. മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട്. ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഓർഡർ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ഒന്നാന്തരമായ രീതിയിൽ സാധാരണക്കാരന് നല്ല വൃത്തിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവരെ വെറും പൊടി ഊതി കളയുന്ന ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം താൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് തനിക്ക് തന്നെ തോന്നിപ്പോയി എന്നാണ് മുഖ്യമന്ത്രി ഈ ആരോപണത്തെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഉടനെ അമേരിക്കൻ കമ്പനിയുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉള്ള പ്രോഗ്രാം നീക്കം ചെയ്യുമെന്നു പറഞ്ഞത്. അത് കണ്ടിട്ടേലും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കഴിഞ്ഞ് ഈ മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിനെ പോലും പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് വരുന്ന പ്രതിപക്ഷത്തുള്ള ചില സാമ്പത്തിക വിദഗ്ധന്മാർ വരെ ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബാക്കി വാചകം കൂടി നമുക്കൊന്ന് കാണാം. ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ, നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇവർ ശരിയാക്കി തന്നിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ സാധനം മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണത് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക എന്നതിന് നിങ്ങളൊന്ന് ആലോചിച്ച്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എൻ്റെ വീടുണ്ട് 3 ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. 2, ഞാൻ ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ പോയത്, അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇപ്പം മുഖ്യമന്ത്രി വ്യക്തമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചാനലുകളായ ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും റിപ്പോർട്ടറിന്റെയും കൈരളിയുടെയും 24ന്റെയും ഒക്കെ വാർത്ത നീക്കം ചെയ്യുമോ എന്ന് മാധ്യമപ്രവർത്തകരോട് തന്നെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ശരിയല്ലേ? അവർ കൊടുത്തിരിക്കുന്ന വാർത്ത അവർക്ക് ഒരു ഇൻഫർമേഷനും ഇല്ലാതെ അവരുടെ പേജിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്തെങ്കിലും തക്കതായ കാര്യം അവരെ ഇൻഫോം ചെയ്യുക തന്നെ ചെയ്യും, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ബാക്കി മുഖ്യമന്ത്രി പറയുന്നതോട് ഒന്ന് കേൾക്കോ. ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? അതിന് നമുക്ക് ഇടപെടണം. നിങ്ങളും ഇടപെടണം. നിങ്ങൾ അതിൻ്റെ അകത്ത് പരാതികൾ കൊടുക്കണം. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കും. ഒരു സംശയ കാര്യത്തിലില്ല. ഞങ്ങൾ ഓഫീസിൽ പറഞ്ഞാൽ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യണം. നിങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഞാൻ പറയില്ല എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യം പ്ലീസ് ഞാൻ പറയുമല്ലേ മറുപടി പ്ലീസ്. ഞങ്ങൾ എൻ്റെ അടക്കമുള്ള എല്ലാം റിമൂവ് ചെയ്യാണ് മുഖ്യമന്ത്രിമാരുടെ പലരും. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല.
ഇതിൽ കൂടുതൽ ഇവർക്കൊക്കെ എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി കൊടുക്കേണ്ടത്? കാരണം എന്നെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന എഴുത്തുകൾ റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ കത്ത് കൊടുക്കാം മെറ്റയ്ക്ക് എന്നാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിനും അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം, ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം, ഞാൻ റെഡിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലും മെറ്റ കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ ഇതിൽ കൂടുതൽ ഒരു മുഖ്യമന്ത്രി എന്താണ് പറയേണ്ടത്? തന്നെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന പോസ്റ്റ് താൻ തന്നെ റിക്വസ്റ്റ് ചെയ്യാം, റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞ്. എന്നിരുന്നാലും പ്രതിപക്ഷത്തുള്ളവർ കരഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അവർക്ക് ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനോ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും കാര്യത്തിൽ ശക്തമായ വിമർശനം ഉന്നയിക്കുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ അവർ കൊണ്ടുവരുന്ന എല്ലാ വിമർശനങ്ങളെയും മുഖ്യമന്ത്രി തവിടുപൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പോൾ ഏറ്റവും പുതിയത് മുഖ്യമന്ത്രിയുടെ ഡ്രഗ് മാഫിയയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞതും പിന്നീട് ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന പോസ്റ്റുകളൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ട് നീക്കം ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ്. അപ്പം അതിന് എതിരായിട്ട് ഓരോ പ്രതിപക്ഷാംഗങ്ങൾ പറയുന്ന വീഡിയോയും നമുക്കൊന്ന് കണ്ടു നോക്കാം. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന നമ്മുടെ കേരളം കണ്ട ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടതില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞങ്ങളൊക്കെ വളരെ താണ പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ദിവസവും 100, 200, 300 സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറി കേൾക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്നും ഇതിന് കൂസാറയില്ല. കാരണം ഇതെല്ലാം ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. ഓരോരുത്തരും ഇടുന്ന പോസ്റ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബാക്കി വാക്കുകൾ കൂടി ഒന്ന് കേട്ടു നോക്കാം. മെറ്റയിൽ, അതായത് ഫേസ്ബുക്കിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലോ ഇടുന്ന 10 പോസ്റ്റ് താൻ റിമൂവ് ചെയ്യിച്ചതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ഒതുങ്ങിപ്പോകുമെന്ന് വിചാരിക്കാൻ താൻ ഇത്ര മണ്ടനാണോ എന്ന് വരെ മുഖ്യമന്ത്രി ചോദിക്കുന്ന ഈ സംസാരം കൂടി നമുക്കൊന്ന് കാണാം. കൊണ്ടിട്ട് ഒരു 10 പോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും വായി മൂടി കിട്ടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നൊരു മൂഢനാണോ ഞാൻ? നിങ്ങളെന്താ ഇത്രയുമൊക്കെ കേട്ടാലും ഇവർക്കൊന്നും മതിയാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. മുഖ്യമന്ത്രി ഇത്രയും പറഞ്ഞ് 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പഴയ ധനകാര്യ വകുപ്പിലെ ശാസ്ത്രജ്ഞനാണെന്നറിയപ്പെടുന്ന തോമസ് ഐസക്കിൻ്റെ മറ്റൊരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇതോടൊപ്പം ആ പോസ്റ്റും പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ മെറ്റ കേൾക്കുമോ? വാർത്ത കണ്ടപ്പോൾ ഞാനൊരു ഭയങ്കര സംഭവം തന്നെയെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഓഫീസ് പറഞ്ഞാൽ മെറ്റ വാർത്ത റിമൂവ് ചെയ്യുമോ? ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ പരാതി നൽകിയാൽ അതിനൊപ്പം ഞാൻ നിൽക്കാം. ഇതാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്. തോമസ് ഐസക്കിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. ഭയങ്കര സംഭവം തന്നെ. അതുകൊണ്ട് മെറ്റയോട് ചോദിക്കാം എന്ന് തീരുമാനിച്ചു. പുള്ളി വലിയ ബുദ്ധിശാലി ആയതുകൊണ്ട് മെറ്റയോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. കൈരളിയുടെ നീക്കം ചെയ്ത കാർഡുകളെല്ലാം വാട്സപ്പ് മെറ്റയിലിട്ട് ചോദിച്ചു. ഞാൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത 9 ചിത്രങ്ങളും പരിശോധിച്ചു. അവ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള 2026 ഓഗസ്റ്റിലെ കൈരളി ന്യൂസ് ഗ്രാഫിക്സുകൾ ആണ്. ഇവ മെറ്റ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ ഇല്ല. ഇവ പ്രധാന കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങളൊന്നും ലംഘിക്കുന്നതായി കാണുന്നില്ല. അക്രമം, നഗ്നത അല്ലെങ്കിൽ വെറുപ്പുളപ്പാക്കുന്ന ചിഹ്നങ്ങൾ എന്നിവയില്ല. അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ, രക്തം അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവയില്ല. ഉറവിടം വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാത്തിലും കൈരളി ന്യൂസ് വാട്ടർമാർക്കും തീയതിയുമുണ്ട്. ഇവയൊന്നും തന്നെ വ്യാജ നിർമ്മിത ദൃശ്യങ്ങളല്ല. വ്യക്തിപരമായ അംഗീകരിക്കപ്പെടാൻ ആവാത്ത അധിക്ഷേപങ്ങളും അല്ല. രാഷ്ട്രീയ വിമർശനങ്ങളാണ് എന്നൊക്കെ തുടർന്ന് മെറ്റ തന്നെ വിശദീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നീക്കം ചെയ്തു? ഈ സംശയവും തീർക്കണമല്ലോ. അത് ഗൂഗിളിൻ്റെ ജെമിനിയോടാണ് ചോദിച്ചത്. ജെമിനിയും സമ്മതിക്കുന്നു. ഈ ചിത്രങ്ങളൊന്നും മെറ്റയുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് വിരുദ്ധമല്ല. എന്നിട്ട് എന്ത് സംഭവിച്ചിരിക്കാം എന്ന് വിശദീകരിക്കുന്നു.
ചിത്രങ്ങളുടെ യഥാർത്ഥ പശ്ചാത്തലത്തിൽ ഒരു മെറ്റ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിയന്ത്രണ അറിയിപ്പ് വ്യക്തമായി കാണിക്കുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ വായിക്കാം: യുവർ ഫോട്ടോ ഈസ് അൺഅവൈലബിൾ ഇൻ ഇന്ത്യ. നിങ്ങളുടെ ഫോട്ടോ ഇന്ത്യയിൽ ലഭ്യമല്ല. കൂടാതെ പ്രധാന ഗ്രാഫിക്കിന് പിൻഭാഗമായി കാണിക്കുന്ന പശ്ചാത്തല വാചകത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ചട്ടങ്ങൾ പ്രകാരമുള്ള നിയമപരമായ ആവശ്യകതകൾക്കനുസൃതമായി ആണ് ആക്സസ് ചെയ്തിരിക്കുന്നതെന്ന് പരാമർശിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ചിത്രങ്ങളോ ഉള്ളടക്കമോ മെറ്റയുടെ ആഗോള നിയമനങ്ങളുടെ നേരിട്ടുള്ള ലംഘനം കൊണ്ടല്ല, മറിച്ച് പ്രാദേശിക അധികാരികളിൽ നിന്നുള്ള നിയമപരമായ അഭ്യർത്ഥന കാരണം ഇന്ത്യയിലോ ജിയോ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ്. മിസ്റ്റർ സതീശൻ, നിങ്ങൾ ആവശ്യപ്പെട്ട് കാണില്ല. നിങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് നീക്കം ചെയ്തത്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് BJP ഉണ്ടാക്കിയ നിയമത്തെ ഉപയോഗിച്ച് നിങ്ങൾ മെറ്റയ്ക്ക് നൽകിയ നിർദ്ദേശം പിൻവലിക്കുക മാത്രമാണ്. പൊട്ടം കളിക്കരുത്. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, പൗരാവകാശ ധ്വംസനമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാണ്. വീണ്ടും പറയുന്നു, ജെൻസി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ മോദി തോറ്റു. പിന്നെയാണോ നിങ്ങൾ പറഞ്ഞിട്ട് മെറ്റ നീക്കം ചെയ്ത കാർഡുകൾ തന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് തോമസ് ഐസക് ഇട്ടിരിക്കുന്ന 2 കൈരളി ന്യൂസിൻ്റെ ഫോട്ടോകളും ഇതോടൊപ്പം കാണിച്ചിട്ടുണ്ട്. എന്നാൽ തോമസ് ഐസക് പറയുന്ന ഈ ജെൻസി ജനറേഷൻ പറയുന്ന അതേ രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും എത്ര കണ്ട് പ്രാബല്യത്തിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജെമിനിയോട് ചോദിച്ചു എന്നും വാട്സപ്പ് വഴി പുള്ളി ചോദിച്ചു എന്നൊക്കെയാണ്. ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനും ഉത്തരം കിട്ടും. അത് എത്ര കണ്ട് നേരായിരിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ തന്നെ പല ചോദ്യങ്ങൾക്കും ചോദിക്കുമ്പോൾ അതിന് വായി തോന്നിയ ഉത്തരങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത്. അത് 100% ശരിയാകണമെന്ന് ഒരു ഇതും ഇല്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള എന്താണ് പ്രൂഫ് എന്നുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു പ്രൂഫുമില്ല, ജെമിനിയോട് ചോദിച്ചത് മാത്രമാണ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഇതിവിടെ നിർത്തുന്നു. വീണ്ടും മുഖ്യമന്ത്രിയുടെ മയക്കുമരുന്ന് വിവാദവുമായി കാണാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ ഈ വാർത്ത അപ്ലോഡ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ മെറ്റാ വിവാദം പൊളിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.